താക്കോൽ എവിടെ മനസ്സിലായില്ല. ഒരു കാര്യണ്ട്, അമ്പാടി ഭയങ്കര എല്ലാം ചോദിക്കും. ലൈക് ഇപ്പൊ എന്നോടാണെങ്കിലും എല്ലാത്തിനും ഡൗട്ട്സ് ഉള്ള ആളാണ്. ക്ലിയർ ചെയ്തിട്ടേ നടക്കുള്ളൂ. ചേച്ചി പറഞ്ഞാടാ ചക്കരെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, ചേച്ചി ബോർഡ് അമ്മയ്ക്ക് കൊടുക്കും, ഈ വിസിൽ കൊച്ചിനും തരും. ചേച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അതിന്റെ ഉത്തരം അമ്മ ബോർഡിൽ എഴുതും. കൊച്ചു മിണ്ടല്ല, അപ്പൊ കൊച്ചിന് ഉത്തരം കിട്ടുമ്പോ കൊച്ചു വിസിലടിക്കണം. ഓക്കെ, എന്നിട്ട് ഉത്തരം പറഞ്ഞോ. എഴുതി കഴിഞ്ഞിട്ടേ പറയാവൂ. എഴുതി കഴിഞ്ഞിട്ടേ പറയാവൂ. അപ്പൊ രണ്ടുപേരുടെ ഉത്തരം ഒന്നല്ലെങ്കിൽ അമ്മയ്ക്ക് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഡൺ. ഐശ്വര്യമായിട്ട് ഇത് ഇവിടെ പിടിച്ചോ. കോപ്പി അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ മെയ്ഡ് ഫോർ ഈച്ച് അതറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. കൊച്ചു ഉത്തരം കിട്ടിക്കഴിയുമ്പോ വിസിലടിക്കണം. ഓക്കെ, പക്ഷെ ഉത്തരം പറയരുത്. അമ്മ എഴുതി കഴിഞ്ഞിട്ട് കൊച്ചു ഉത്തരം പറയാവേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് അമ്പാടി എപ്പോഴും വാങ്ങി തരുന്ന ചോക്ലേറ്റ് ഏതാണ്? എപ്പോഴും വാങ്ങിച്ചു കൊടുക്കണ ചോക്ലേറ്റ്, അല്ലെങ്കിൽ അമ്പാടി എപ്പോഴും അമ്മ വാങ്ങിച്ച ചോക്ലേറ്റ് ഏതാണ് ചക്കരെ? ചോക്ലേറ്റ് വാങ്ങിച്ചിടക്കിടക്ക് കൊടുക്കാറുണ്ട്. അതിന് അങ്ങനെയല്ല, മാറി മാറിയേ കൊടുക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഉത്തരം വേണം. എഴുതിയിട്ടുണ്ട്, ഇതാ തോന്നുന്നു. അങ്ങനല്ല, പറയണ. അയ്യോ, കാണിച്ചേ. ഓ, ഗുഡ് ബോയ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ഇച്ചിരി നീ വെള്ളം കുടിക്കുന്നു, സ്കൂളിൽ പോകാറില്ലാത്തോണ്ട്. ഫേവറേറ്റ് ടീച്ചർ, അമ്പാടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ. ഒരു മിനിറ്റ്, അവന് ഉത്തരം പറയാൻ ശ്വാസം മുട്ടിട്ടാണോ? അത്രക്ക് ഇഷ്ടമുള്ള ടീച്ചർ ഉണ്ടാ? അമ്മയ്ക്ക് അറിയോ? ഇല്ല, അമ്മയ്ക്ക് അറിയാത്ത ടീച്ചർ പറഞ്ഞോ. എന്റെ പൊന്നോ, ജാക്കുലിൻ മിസ്. കൊള്ളാം, എനിക്ക് പണിഷ്മെന്റ് വേണം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യണത് ആരാണ്? അവൻ എന്തൊക്കെ പറഞ്ഞു. സ്വന്തം അമ്മ. ചേച്ചി വിചാരിച്ചു അമ്മ എന്ന് പറയുന്നല്ലേ? അല്ല, ഞാനാ ശരിക്കും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അവൻ TV കാണും, ഫോൺ ഉപയോഗിക്കും, പക്ഷെ ഞാനാ കൂടുതൽ യൂസ് ചെയ്യും. 24 മണിക്കൂറും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. പിന്നെ അവൻ അങ്ങനെ ഒരു തോന്നലുള്ള നല്ലതാ. അപ്പൊ നമുക്ക് ചേച്ചിക്ക് പണിഷ്മെന്റ് ഉണ്ട്. എന്തിനാ അതൊക്കെ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, എന്നെ നോക്കിട്ട് മറ്റേ പാട്ടില്ലേ, എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, ആ പാട്ട് പാടണം. മോളെ നോക്കിട്ട് ഇടയ്ക്ക് അമ്പാടി നോക്കിയാ കുഴപ്പമുണ്ട്. അതെ, അവന് കുഴപ്പമുണ്ട്. എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി. എന്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി, എന്റെ അച്ഛന്റെ ബ്രാൻഡി കുപ്പി, പിന്നെ ബാക്കി എന്റെ അമ്മ കുടിച്ച് തീർത്തേ. ബാക്കി കഴിഞ്ഞ അറിയുള്ളൂ. വേറെ വല്ല പാട്ട് വേണേ ഞാൻ പാടാം. എന്നാ പാടിക്കോ. അതല്ല നല്ല അറിയാവുന്ന കാര്യം ചോദിക്കുക. അറിയാൻ പാടില്ലാത്ത വഴിയാകെ പോകുന്ന നല്ല, ഞാൻ വിചാരിച്ചു എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ വേറെ എന്തെങ്കിലും ഇതിലും കട്ടിയുള്ള തരുമെന്ന്. അത് എന്നെ നോക്കിട്ട് ജിമിക്കി കമ്മല് പാടണം. അല്ല, എന്നാ ചേച്ചി വേറെ പാട്ട് പാടണമെങ്കിൽ കൂടെ പാടിക്കോട്ടെ. പണിഷ്മെന്റ് എന്തെങ്കിലും കഴിഞ്ഞു വെറുതെ പാടിക്കോ. അല്ല, അത് വേണ്ട. അപ്പൊ അടുത്തതിലേക്ക് അമ്പാടിക്കും കൂടെ ഇടയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം. അമ്പാടി കുഞ്ഞു പാവോടാ, എനിക്കും വേണം പണിഷ്മെന്റ് എന്നൊക്കെ. നിനക്ക് തരാടാ അങ്ങനെയാണെങ്കിൽ. അത്ര ഹാർഡ് ആക്കണ്ട, എന്നാലും കൊച്ചിന് പണിഷ്മെന്റ് ഒക്കെ ഇഷ്ടല്ലേ. നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റൻ ആട്ടാ. ഫേവറേറ്റ് സൂപ്പർ ഹീറോ ഓഫ് അമ്പാടി. അമ്പാടിയുടെ സൂപ്പർ ഹീറോ. അത് അമ്പാടി കറക്റ്റ് ആയിട്ട് ഞാനും എഴുതും, അമ്പാടി എഴുതും. കാര്യമുണ്ട്. ഞാൻ എഴുതും, അമ്പാടി എഴുതും. എന്തൊക്കെ അറിയോ ഇത്ര എഴുതാൻ കാര്യം? സ്കൂളിലെ ഇപ്പൊ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനല്ല, ഫേവറേറ്റ് അല്ലേ ചോദിച്ചേ. അപ്പൊ തോറ് ഇരുന്ന് കഷ്ടപ്പെട്ട് നിനക്ക് എന്തിനാ എനിക്ക് എടാ, നീ പണിയെടുക്കാൻ വേണ്ടി ചെയ്ത. അതായത് മോന് ഇപ്പൊ സൂപ്പർ ഹീറോയെ പറ്റിയിട്ട് ഇവർക്ക് പ്രൊജക്ട് ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പൊ ഇവന് പിള്ളേർക്ക് എഴുതാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് പ്രൊജക്ട് അത്. തോറിന്റെ ഫോട്ടോ ഒക്കെ ഫുൾ ഒട്ടിച്ച് തോറിന്റെ പേരൊക്കെ ഇതൊന്നും അല്ല ശരിക്കും, വേറെന്തോ
എന്താ എന്തോ ഒരു സാധനം ആൽബേ. എന്തോ വേറെന്തോ പേരുണ്ട്. അത് ഈ തോറിന്റെ പവർ എന്താണ്, എന്തുകൊണ്ട് തോറ് റോൾ മോഡലായി, ഇതെല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തതാ ഞാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തോറായിരിക്കും ഇത്. പക്ഷെ അവന് ഹൾക്കായിരുന്നു ചേച്ചി. തോറ്, ഹൾക്ക്, പിന്നെ സൂപ്പർമാൻ, ഇമാതിരി മറ്റേ സൂപ്പർ ഹീറോസിന് എല്ലാരും ഇഷ്ടാ. പിള്ളേരെല്ലാരും ഈ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, ഈ മായാവിയും കുട്ടൂസനും ലുട്ടാപ്പിയൊന്നും അല്ലാതെ. എന്റെ ആ സമയത്ത് അതായിരുന്നു ഡിങ്കൻ. ഡിങ്കനൊക്കെ ചോദിച്ചാൽ ആരും ചോദിക്കും. സത്യം നീ മായാവി ലുട്ടാപ്പിയൊക്കെ കാണാറുണ്ടോടാ? മായാവി ലുട്ടാപ്പിയൊക്കെ അറിയില്ലേ? കൊച്ചിന് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ കാണുന്ന അങ്ങനത്തെ ഒന്നുമല്ലേ, എന്താന്ന് അതെന്താ എനിക്ക് ഗെയിം അറിയത്തില്ല. GT യൂട്യൂബിലും മറ്റേ ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഗെയിമിന്റെ കാര്യങ്ങൾ, ആ സാധനത്തെ പറ്റിയാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ. നീ പണി കൊടുക്കാൻ വേണ്ടി മാറ്റി പറഞ്ഞല്ലേ? പണിഷ്മെന്റ് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ അല്ലേ? അമ്പാടിക്ക് പണിഷ്മെന്റ് കൊടുക്ക്. രണ്ടുപേർക്കൂടെ ഉള്ള പണിഷ്മെന്റ് അത് വിഷയ്ക്കല്ലേ? നല്ല പണിഷ്മെന്റ്, ഐശ്വര്യത്തിന്റെ ഒരു പണിഷ്മെന്റാ. ഞാൻ റെഡി. നമ്മുടെ ഇവിടെ കൃഷ്ണൻ ഇരിക്കുന്നത് കണ്ടോ? കൃഷ്ണൻ നോക്കിയിട്ട് നമ്മുടെ മറ്റേ ഒരു പാട്ടില്ലേ, നമ്മുടെ വിഷുവിന്റെ പാട്ടാണ്. ഞാൻ ആദ്യം പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഞാനിതേ ആദ്യം പാടിപ്പിച്ചോ, വല്ല പാട്ട് പാടാമെങ്കിൽ പാടാൻ വേണ്ടി വെച്ചിരുന്നു. ആകെ അറിയാവുന്ന ഒരു പാട്ട് ഓർമ്മയുണ്ടോ നോക്കട്ടെ. അപ്പൊ ഓർമ്മയുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ കൃഷ്ണനെ നോക്കിയിട്ട് ആ പാട്ട് പാടിക്കും. രണ്ടുപേരും പാടിയാ മതി. രണ്ടുപേരും. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും വർണ്ണച്ചുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഈ ഒരു 13-14 ദിവസങ്ങളില് ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിൽ പുള്ളിക്കാരൻ പാട്ട് കഴിഞ്ഞപ്പോ ദീർഘശ്വാസൊക്കെ സമാധാനം എന്നൊക്കെ. ഇനിയുണ്ടോ? പിന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാ 5-3 പാസ് മാർക്ക് കിട്ടി. അതെ, അടുത്ത ചോദിക്കട്ടെ. നീ ആലോചിച്ച ആൻസർ ചെയ്യാലോ കേട്ടോ. പണി കൊടുക്കാൻ പണി കൊടുക്കാൻ പറയില്ലേ? സത്യം, ഇതിനകത്ത് കള്ളത്തരം പാടില്ല. ഓക്കെ, നമുക്ക് അല്ലെങ്കിലും കള്ളത്തരൊന്നുമില്ല എന്ന് പറയാം ചക്കരെ. ഗെയിമിലത്തൊക്കെ കാണിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സ്ഥലം സെലക്ട് ചെയ്യും? എവിടെ വേണേ പോവാം, അതിനുള്ളൊരു ഓപ്ഷൻ തരാം. എവിടെ വേണേ പോവാം. കിട്ടി ലോകത്തില്? എവിടെ വേണേ പോവാം. അപ്പൊ നിങ്ങൾ ഈ സ്ഥലത്ത് പോകുന്നു, അവന് കിട്ടി. അവന് ഇഷ്ടമുള്ള സ്ഥലമല്ലേ പറയുന്നത്. എനിക്ക് ഇഷ്ടം വേറെ സ്ഥലമാണെങ്കിലോ? ഞങ്ങൾ രണ്ടുപേരൂടെ പോയിട്ടുള്ള സ്ഥലമാണോ? ഒരുമിച്ചുള്ളതാ. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സ്ഥലമാണോ? സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം. സ്ഥിരമായിട്ടല്ല, ഒരുമിച്ച് നിങ്ങൾക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം. ഇപ്പൊ ഒരു ചാൻസ് കിട്ടാണെങ്കിൽ ഇങ്ങനെ അല്ല, ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ള, ഞങ്ങള് പോവാൻ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് പോവാനായിട്ടൊരു ചാൻസ് തരാണ്, എവിടെ വേണമെങ്കിലും പോവാം. ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് തരാണെങ്കിൽ എവിടെ സെലക്ട് ചെയ്യും? അമ്പാടിയെ കൊണ്ട് പോകും. അവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവൻ ഇഷ്ടപോലെ ഉണ്ട് ലിസ്റ്റ്. നിങ്ങൾക്ക് അവനിപ്പോ ആലോചിച്ചവിടെ ഞാനിപ്പോ എന്തായാലും ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. നോക്കാം. ലോകത്തിലൊന്നുമല്ല, കേരളത്തിൽ തന്നെയാ. വയനാട്. ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് പ്ലേസ് അത്. എത്ര പോയാലും ഞങ്ങൾക്ക് മടുക്കത്തില്ല. വയനാട് മുത്തങ്ങ കാടിന്റെ സൈഡില് സ്ഥിരം പോകുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മാനുകളും ആന എല്ലാം കാണുന്ന, അത് ഞങ്ങൾ സ്ഥിരമായിട്ട് കുറെ വട്ടം പോവാ. ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അമ്പാടി ഞാനൊരു 3 വട്ടം പോയിട്ടുണ്ടോ അല്ലെ മോനെ? 4 വട്ടം പോയി. അതിപ്പോഴും നാളെ പോണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ പോക്ക് അങ്ങനെയാ. ഉച്ച കഴിയുമ്പോ പാടി വയനാട് പോയാലോ, അപ്പൊ ഉടനെ 11:30 ആകുമ്പോ ഇവിടുന്ന് വണ്ടി എടുക്കും. ഞാൻ വെളുപ്പിനെ ആകുമ്പോ ഞാനും മോനും ജിജിയമ്മയും, അല്ലെ ഞാനും മോനും മാത്രം, അങ്ങനെയൊക്കെ തന്നെ പോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇനി ലോകത്തിലെവിടത്തൊക്കെ പറയും വല്ലോ അമേരിക്ക വല്ലതും പറയും. വയനാട് സുയിരല്ലേ? വയനാട് ഇഷ്ടം. വയനാട്. നെക്സ്റ്റ് അമ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഏതാ കണ്ണാ? അവരൊക്കെ പെട്ടെന്ന് ഇവിടെ ചടപടാന്ന് കിട്ടാണ്. വീട്ടില് 3 നേരം കഴിച്ചോണ്ടിരിക്കുന്നത്. 3 നേരം കഴിച്ചോണ്ടിരിക്കുന്നത് അല്ല, അത് അമ്മ കഴിഞ്ഞിട്ട് എന്റെ കാര്യം പറഞ്ഞ. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരാറുള്ള ഫുഡ് അമ്മ ഉണ്ടാക്കി തരുന്ന. ജിജിയമ്മയാടോ വീട്ടിലുണ്ടാക്കുന്നത്? ഏറ്റവും കൂടുതൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് എന്താ? അമ്മ ഉണ്ടാക്കി 2 തവണ പറയണ്ട, ഏതാന്ന് പറയുന്നില്ല. ഓക്കേ, 2 തവണ ഉണ്ടാക്കി തന്നേക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇപ്പഴാണ് കൊച്ചു ആക്റ്റീവ്. ചേച്ചി തുടച്ചൊക്കെ എഴുതണട്ടാ.
ഒരു മിനിറ്റ് ആയില്ല ആയില്ല. ഇങ്ങനെയൊക്കെ നിക്കണെ. ഇതാന്ന് തോന്നുന്നു, ചിലപ്പോ ചീറ്റി പോവും. ആ ചപ്പാത്തി പിസ്സ. ഇതെങ്ങനെയാണ് ശരിയാവുന്നേ? അതെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ബിക്കോസ് ഞാൻ ചപ്പാത്തി പിസ്സ എന്ന് പറയുന്നത് ചപ്പാത്തി കൊണ്ട് പിസ്സ ഉണ്ടാക്കുന്നതാണ്. ഓ, ഞാൻ വിചാരിച്ചു ചപ്പാത്തി ആൻഡ് പിസ്സ. ഇവൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഞാൻ പിസ്സ ചപ്പാത്തിയില് ചീസൊക്കെ ഇട്ടിട്ട് അതിന്റെ മേലെ സോസേജ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പുറത്തുനിന്ന് പിസ്സ കൊടുക്ക വാങ്ങിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അതാ ചപ്പാത്തി പിസ്സ എന്ന് അത് പറഞ്ഞത്. കൊച്ചിന് ഇഷ്ടമാണോടാ? ഭയങ്കര ഇഷ്ടാ. അതിനൊന്നുമില്ലാതെ അതാണോ നീ 3 വട്ടം ഉണ്ടാക്കി തന്നു പറഞ്ഞ ആദ്യം? കൂടുതലും ജിജിയമ്മയാ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്. ഞാൻ വല്ലപ്പോഴേ അടുക്കള കയറാറുള്ളൂ. എല്ലാ നാളിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ജിജിയമ്മ പറയും തന്നെ കയറി ഉണ്ടാക്കി കൊടുക്കണം. എനിക്കറിയത്തില്ലായിരുന്നു ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചടപടാന്ന് പറയുന്നുണ്ട്. എന്താ കൂടെന്ന് വെച്ചാൽ ഞാനും എന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ സംസാരിക്കും. ഞങ്ങള് തമ്മിൽ എപ്പോഴും സംസാരിക്കും. അതുകൊണ്ട് അറിയാം രണ്ടുപേർക്കും. വലിയ കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് അറിയാം. ഇനിയിപ്പോ ഇതൊക്കെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോ ഇതൊക്കെ മാറുമായിരിക്കും. അവനവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്പാടിയുടെ ഏറ്റവും വലിയ അംബീഷൻ എന്താ? അംബീഷൻ, ഡ്രീം ഡ്രീം, ലൈക്ക് ഇപ്പം ആവണം എന്ന് ആഗ്രഹമുള്ള ഒരു സംഭവം. ഓക്കെ ഫൈൻ. കൊച്ചു മറന്നു എന്താ അവനറിയാം, അവൻ പറഞ്ഞോളൂ, അവൻ അത് തന്നെ പറയുള്ളൂ. ലാസ്റ്റ് ആവണ്ടേ? ഞാൻ എന്താ സീസണല്ല ആക്ടർ. എടാ ആക്ടറടാ. ഇന്ന് ഞാൻ പറയാം കോമഡി വെച്ചാല് ഇവനോടിപ്പോ ഏത് സിനിമയായിരുന്നാ നമ്മുടെ സുരേഷ് മേഘു മൂസയ്ക്ക് പോയ സമയത്ത് അദ്ദേഹം ഇത് പട്ടാളം ഇട്ടുന്നപ്പം അവിടെ വെച്ചിട്ട് ഉടനെ എനിക്ക് ഓർമ്മയുണ്ട് നീ പറഞ്ഞത് എനിക്ക് പട്ടാളം ആവണമെന്ന്. കുറച്ചാള് പട്ടാളം ആവണമെന്ന് പറഞ്ഞില്ല, ആർമിയിൽ ചേർന്ന്. അത് കഴിഞ്ഞിപ്പോ ഏതെങ്കിലും ഒരു സിനിമ കണ്ടു എനിക്ക് അതുപോലെ ആവണം, വേറെ എന്തെങ്കിലും കണ്ട എനിക്ക് അതുപോലെ ആവണം, അങ്ങനെ സീസണലാണ്. പക്ഷെ എനിക്കിഷ്ടം അവൻ നല്ലൊരു നടനാവണം ആഗ്രഹം. പണിഷ്മെന്റ് ഇല്ലാണ്ട് അവന് കൊടുക്കണം പണിഷ്മെന്റ്. അവനെ തെറ്റിച്ചത് നീയാ തെറ്റിച്ചത്. ഞാനല്ല തെറ്റിച്ചത്. മിനി സ്ക്രീൻ ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നടി വീണ നായരുടെ വിവാഹമോചനം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വീണ നായരും ഭർത്താവ് സ്വാതി സുരേഷും, അതായത് RJ അമനും ഔദ്യോഗികമായി വിവാഹമോചിതരായത്. കുടുംബ കോടതിയിലെത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത്. 2014 വീണ നായരും RJ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത്. ഇരുവർക്കും ഒരു മകനുണ്ട്. 2022 ഇരുവരും പിരിയുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയത്. പിന്നീട് തങ്ങൾ ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി 3 വർഷത്തിന് ശേഷമാണ് നിയമപരമായി ബന്ധം വേർപെടുത്തിയത്. ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും മകൻ തങ്ങൾ രണ്ടുപേർക്കും ഒപ്പം മാറി മാറി വളരുമെന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ വീണ പറഞ്ഞിരുന്നു. എന്റെ മകൻ സന്തോഷവാനാണ്. അവൻ ഞങ്ങൾ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല. കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട്. അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്കൊരമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അത് അവൻ അദ്ദേഹത്തോടെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും. അതങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും. ബിഗ് ബോസ് ദാമ്പത്യത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വീണ നിഷേധിച്ചു. ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല ഒരു കുടുംബം. അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ബിഗ് ബോസ് കാരണം തന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും കണ്ടിരുന്നു. അതങ്ങനെയല്ല എന്നും വീണ പറയുന്നു. മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ. പിന്നീട് ഒരു ഹാസ്യ നടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമകളിലും വീണ സജീവമായി. വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു.